നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ? പറയട്ടെ, ഒന്നുമില്ല, നല്ല സിമ്പിൾ സാധനം. നമുക്ക് ഒരു കൊളീഷൻ നടക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു കൊളീഷൻ നടക്കാൻ പോകുന്നു. ഓക്കെ, ഈ കൊളീഷൻ ഇപ്പോൾ അതാണ്ട് ഇപ്പോൾ നമ്മുടെ ഷിജിൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഷിജിൻ ഇതാ നിൽക്കുന്നു, കണ്ടോ? എൻ്റെ ഷിജിൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? അപ്പോൾ ഇത്തിരി കുഴപ്പമാണ് കേട്ടോ, ആൾ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പയ്യനല്ല, അല്ലേടാ? അപ്പോൾ ആണെന്നാണ് അവനും പറയുന്നത്. അപ്പോൾ എൻ്റെ ഷിജിനാണ്, കണ്ടോ? മിസ്റ്റർ ഷിജിൻ കണ്ടില്ലേ? അവിടെ നിൽക്കട്ടെ. അപ്പോൾ നോക്കൂ, ഇവനാണെങ്കിൽ സ്കൂളിൽ ഒരു കോർണറിൽ നിൽക്കുന്നു. എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ഏതോ ഒരു പെണ്ണ് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവളെ പോയി ഒന്നും അറിയാത്ത പോലെ ഒരു ഇടി കൊടുക്കാനാണ് അവൻ്റെ പരിപാടി. അപ്പോൾ ഒരു കൊളീഷൻ നടത്താനാണ് പയ്യൻ നിൽക്കുന്നത്. പെണ്ണെ ഒരു തട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. കയ്യിരിപ്പ് ദോഷമാണ്, നാട്ടുകാർ കൈയടിച്ചോടിച്ചോളും. സോ ലിസൺ. അപ്പോൾ അപ്പുറത്തുനിന്ന് എൻ്റെ കുട്ടി വരുന്നു, കണ്ടോ? ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതാ വരുന്നു, കണ്ടോ? അപ്പോൾ എൻ്റെ കുട്ടി അവിടെ നിന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഉണ്ടല്ലേ, എൻ്റെ കുട്ടി അവിടെ നിന്ന് നടന്നു വരികയാണ്. ഓക്കെ, അപ്പോൾ അവൾ ഇങ്ങോട്ട് നടന്നു വരുന്നു. എൻ്റെ പയ്യൻ ഇവിടെ നിന്ന് മനഃപൂർവ്വം പോയി അവളെ ഇടിക്കാൻ പോവാണ്. അപ്പോൾ ഒരു കൊളീഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ കൊളീഷൻ നടക്കാൻ പോവാണ്. നോക്കൂ, ഈ കൊളീഷന് മുമ്പ് നോക്കൂ, ഇവൻ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവനൊരു വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ അവനൊരു മൊമെൻറ്റം ഉണ്ടാവും, ആണല്ലോ? അപ്പോൾ എൻ്റെ പയ്യനൊരു മൊമെൻറ്റം ഉണ്ടാവും. എൻ്റെ കുട്ടിയും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവൾക്കും വെലോസിറ്റി ഉണ്ട്, അവൾക്ക് മൊമെൻറ്റം ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ കൊളീഷൻ നടന്നിട്ടില്ല. കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എടുക്കുക. സോ ടോട്ടൽ മൊമെൻറ്റം എടുക്കുക. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൊളീഷനും എടുക്കുക. ഇത് രണ്ട് കൊളീഷനും എടുക്കുക. ഈ രണ്ട് കേസ് രണ്ടിലും ഉള്ള ടോട്ടൽ മൊമെൻറ്റം സെയിം ആയിരിക്കും. സോ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് സംഭവം? എൻ്റെ പയ്യനെ കണ്ടല്ലോ, കയ്യിരിപ്പ് ദോഷമുള്ള പയ്യനാണ്. ഇതാ ഇങ്ങോട്ട് പോകുന്നു, അവനൊരു മൊമെൻറ്റം ഉണ്ട്. അവിടെ നിന്ന് പെൺകുട്ടി വരുന്നു, അവൾക്ക് മൊമെൻറ്റം ഉണ്ട്. മൊമെൻറ്റം നമുക്കറിയാമെന്നുള്ളത്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കൊളൈഡ് ചെയ്തു രണ്ടുപേരും കൂടെ. അപ്പോൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആയിരിക്കും ഈ കേസിൽ. ഇനി അടുത്തത്, ഇനി എൻ്റെ പയ്യൻ അങ്ങോട്ട് മൂവ് ചെയ്യല്ലേ, അപ്പോൾ എൻ്റെ പയ്യന് കൈനറ്റിക് എനർജി ഉണ്ടാവും. എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരികയല്ലേ, അവൾക്കും കൈനറ്റിക് എനർജി ഉണ്ടാവും. നിങ്ങൾ എടുക്കുക ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എടുക്കുക നിങ്ങൾ. ഓക്കെ, ഇനി ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനും എടുക്കുക. ആഫ്റ്റർ കൊളീഷനും എടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കേസിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും സെയിം ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷനും ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷനും സെയിം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊളീഷൻ എലാസ്റ്റിക് കൊളീഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? എലാസ്റ്റിക് കൊളീഷൻ. അടിപൊളിയല്ലേ? അപ്പോൾ എന്താണ് എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊളീഷനിൽ എന്താണ്, കൊളീഷന് മുമ്പും ശേഷമുള്ള മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെങ്കിൽ ആ കൊളീഷനെ പറയുന്ന പേരാണ് എലാസ്റ്റിക് കൊളീഷൻ. സോ കൊളീഷൻ ഇൻ വിച്ച് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ് is known as what collision? Elastic collision. Once again, collision in which both the momentum and kinetic energy are conserved is known as elastic collision. Collision in which both the momentum and kinetic energy are conserved is known by the name elastic collision. അപ്പോൾ അടുത്തൊരു ടേം ഇവിടെ കിടപ്പുണ്ട്. എന്താണ്? ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിരിക്കില്ല. അതായത് കൊളീഷന് മുമ്പും ശേഷമുള്ള മൊമെൻറ്റങ്ങൾ ഈക്വൽ ആയിരിക്കും കേട്ടോ, പക്ഷേ കൈനറ്റിക് എനർജി ഈക്വൽ ആയിരിക്കില്ല. അങ്ങനെയുള്ള കൊളീഷനെ പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ എന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? കൊളീഷൻ ഇൻ വിച്ച് എന്താണ്, മൊമെൻറ്റം ഈസ് കൺസർവ്ഡ് ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ് ഈസ് നോൺ ബൈ ദ നെയിം ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ? Say the answer. Collision in which both the momentum and kinetic energy are conserved are known by the name
elastic collisions. Then what are inelastic collisions? Collisions in which momentum is conserved but kinetic energy is not conserved are known by the name inelastic collisions. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ഏത് കൺസർവ്ഡ് ആയിരിക്കും? മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ഇനി കൈനറ്റിക് എനർജിയും കൂടെ കൺസർവ്ഡ് ആണെങ്കിൽ അത് ഇലാസ്റ്റിക്. ഇനി കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ അത് ഇൻഇലാസ്റ്റിക്. സോ ഫോർ എനി കൊളീഷൻ see what is conserved? Momentum is conserved. ഏത് കൊളീഷൻ ആയാലും ശരി എന്ത് കൺസർവ്ഡ് ആയിരിക്കും? മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. If kinetic energy is also conserved, the collision becomes what? Elastic. If kinetic energy is also conserved, the momentum, the collision becomes elastic. So say, what is the difference between elastic collision and inelastic collision? Say, those collisions in which momentum and kinetic energy are conserved are elastic. Collisions in which momentum is conserved, kinetic energy is not conserved is known by the name inelastic collision. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നല്ല എളുപ്പമല്ലേ? യു സേ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കൊളിഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റനിലേക്ക് പോകാനുള്ളതാണ്. പെട്ടെന്ന് പറയും, വാട്ട് ഈസ് ഇലാസ്റ്റിക് കൊളിഷൻ? സേ, collision in which both momentum and kinetic energy are conserved are known by the name elastic collisions. Then say, what is inelastic collision? Collision in which momentum is conserved but kinetic energy is not conserved is known by the name inelastic collision. Is it clear? സോ ഇനി നമ്മൾ ഒരു അടിപൊളി സാധനം പഠിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കീടിലം സാധനമാണ്. വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാ നമ്മൾ പഠിക്കാൻ പോകുന്നത് elastic collision in one dimension പറ്റിയാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറയും. സോ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. ഇനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇനി ഈ കൊളീഷൻ വൺ ഡയമെൻഷണൽ കൊളീഷനാണ്. അതായത് കൊളൈഡ് ചെയ്യുന്ന ബോഡീസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പയ്യനും ആ പെൺകുട്ടിയും വന്നത് ഒരേ ലൈനിലാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ കൊളീഷൻ എന്തായി? വൺ ഡയമെൻഷണൽ കൊളീഷനായി. അപ്പോൾ അങ്ങനെയുള്ളൊരു കൊളീഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിസൺ പ്രോപ്പർലി. സോ ലിസൺ ഹിയർ. സോ യു ഹാവ് ടു ബോഡീസ് ഹിയർ. Masses are M1 and M2. Okay, so these are the bodies considered. Then this is moving along this line with a velocity u. This is u1. This is moving along the same line with the velocity u2. No problem. See, they collide against each other. After collision, M1 moves with a new velocity. It is v1. M2 moves with a new velocity. It is v2 along the same straight line. So very clear. The bodies are moving along a straight line. So one dimensional collision. So once again, see, this is what collision? Elastic collision, I said. Okay, കുഴപ്പമൊന്നുമില്ലല്ലോ. So how many bodies are considered? Two. What are they? So what are their masses? M1 and M2. What are their initial velocities? U1 and U2. They collide against each other. After collision, they move along the same straight line with velocities v1 and v2. No problem. Then see, elastic collision. Am I right? So total momentum before collision equal to total momentum after collision. Say, total momentum before collision. Momentum, m mass into velocity, m1 u1 plus m2 u2 equal. This is a total momentum before collision. Then what is the total momentum after collision? m1 v1 plus m2 v2. Any problem? Then see, equation number 1. No problem. Then m1 u1 then minus m1 v1 equal to m2 v2 minus m2 u2. Any problem? Then m1 common, balance u1 minus v1 equal to m2 common, balance v2 minus u2. Any problem? So I am getting an equation here. I am keeping it in a box. Okay, then the collision, I said it is what collision? Elastic collision. So kinetic energy before collision will be equal to kinetic energy after collision. So what is a kinetic energy before collision? Kinetic energy is half mv square. So half m1 u1 square. It is a kinetic energy of first body plus kinetic energy of second body, half m2 u2 square equal to kinetic energy there. See, half m1 v1 square plus half m2 v2 square. Any problem?
Shall I cancel all the halves? See, balance m1 u1 square plus m2 u2 square is equal to m1 v1 square plus m2 v2 square. Any problem? Then m1 u1 square minus m1 v1 square equal to m2 v2 square minus m2 u2 square. Any problem? Then m1 common, balance u1 square minus v1 square equal to m2 into what is this? v2 square minus u2 square. Any problem? Then what is a square minus b square? It is a plus b into a minus b. So like that you can change this. Here u1 square minus v1 square. It can be written as u1 plus v1 into u1 minus v1. Am I right? So shall I write? See, I am writing here. So m1 into say u1 plus v1 into u1 minus v1 equal to, so right side again you can write, see m2, say m2 into v2 plus u2 into v2 minus u2, say v2 plus u2 into v2 minus u2. Okay, I am keeping this equation in a box. Okay, no problem. See, here you can find one equation. Shall I name it A? Then this is equation B. Now listen, you divide the LHS. See, LHS of this equation by LHS of that equation. So what cancel? M1 cancel. Then what else cancel? U1 minus V1 cancel. Balance U1 plus V1 equal to right side RHS by RHS. M2 cancel. V2 minus U2 cancel. Balance V2 plus U2. Am I right? Then all the U's are put together. See, U1 minus u2 is equal to v2 minus v1. Am I right? See, this is, see what is this? This is a difference of initial velocities. Then this is a difference of final velocities. Am I right? See, u1 minus u2 is equal to, shall I take negative? So negative taken out, balance v1 minus v2 എന്ന് എഴുതാം. ശരിയാണോ ഇത് എഴുതിയത്? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് അകത്ത് ചെല്ലുമ്പോൾ നെഗറ്റീവ് v1 പ്ലസ് v2 എന്നാവും. സോ ഇപ്പം ഞാൻ എഴുതിയ ഒരു സംഭവമാണ്, ദിസ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. എന്താണ് എഴുതിയത്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. വൺ ഡയമെൻഷണൽ കൊളീഷൻ അല്ലേ? രണ്ട് ബോഡീസ് ഒരേ ലൈനിൽ പോയാൽ അവിടെ രണ്ടും തമ്മിലുള്ള വെലോസിറ്റികളുടെ ഡിഫറൻസ് വന്നാൽ അത് റിലേറ്റീവ് വെലോസിറ്റി അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചത് രണ്ട് വണ്ടികൾ ഒരേ ഡയറക്ഷനിൽ പോയി അന്ന് വായുഗുളി വാങ്ങിക്കാൻ പോയ കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പോൾ രണ്ട് വണ്ടികൾ ഒരേ ഡയറക്ഷനിൽ പോയാൽ അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡിഫറൻസ് ഓഫ് വെലോസിറ്റീസ് ആണ്. അപ്പോൾ അതുപോലെ u1 മൈനസ് u2 എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ അല്ലേ? ബിഫോർ കൊളീഷൻ ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ടിട്ട് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്നല്ലേ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു കാര്യമാണ് ഞാനിപ്പോൾ പ്രൂവ് ചെയ്ത്. ഈ നെഗറ്റീവിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇവിടുത്തെ നമ്പറും അവിടുത്തെ നമ്പറും സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. രണ്ട് നമ്പേഴ്സും സെയിം ആയിരിക്കും. റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഫോർ വാട്ട് ടൈപ്പ് ഓഫ് കൊളീഷൻ? ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇത്രയും വലിയ പ്രയാസമൊന്നുമില്ലാതെ നീങ്ങിയ ടോപ്പിക്കാണ്. ഞാൻ ഫാസ്റ്റായിട്ട് ഇതുവരെ ഒന്നും കൂടെ പറയും. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസറുകൾ പറയണം. സോ ലിസൺ, we are discussing about elastic collision in one dimension. So in the examination they will tell you, so write about elastic collision in one dimension. Prove that relative velocity before collision is numerically equal to relative velocity after collision. It will be the question. So shall I start from the beginning? So from the beginning once again. Consider two bodies of masses m1 and m2 moving along a straight line with velocities u1 and u2. Okay, they collide against each other. After collision, m1 moves with a velocity v1 and m2 moves with a velocity v2 along the same straight line.
then the collision is elastic collision. So total momentum before collision equal to total momentum after collision. Total kinetic energy before collision equal to total kinetic energy after collision. So using my idea, I am writing what is the total momentum before collision? m1 u1 plus m2 u2. This is the total momentum before collision equal to total momentum after collision, m1 v1 plus m2 v2. No problem. Then I am keeping the terms containing m1 together, m2 together. So like that. So m1 u1 minus m1 v1 equal to m2 v2 minus m2 u2. Any problem? Then m1 common, balance u1 minus v1 is equal to m2 common, balance v2 minus u2. I am calling this equation as equation number 1. Any problem? Now, see, kinetic energy before collision equal to kinetic energy after collision. So, what is the kinetic energy before collision? Half m1 u1 square plus half m2 u2 square. It is a total kinetic energy before collision. Total kinetic energy after collision, half m1 v1 square plus half m2 v2 square. Am I right? Half cancel, balance. So m1 u1 square plus m2 u2 square is equal to m1 v1 square plus m2 v2 square. Okay. Again, I am keeping the terms containing m1 together, m2 together. So m1 u1 square minus m1 v1 square equal to m2 v2 square minus m2 u2 square. No problem. Then m1 common, balance u1 minus u1 square minus v1 square equal to m2 common, balance v2 square minus u2 square. Then you know what? A square minus b square equal to a plus b into a minus b. So like that. So you can write. So m1 into, say, u1 plus v1 into u1 minus v1 equal to m2 into, what is this? v2 plus u2 into v2 minus u2. No problem. Equation number 2. Now, see, I am dividing the equations. LHS by LHS equal to RHS by RHS. So, similar way, see, LHS by LHS. Say, this by that. നിങ്ങൾ എഴുതിയാൽ മതി straight. m1 cancel ആവും. അടുത്ത് u1 minus v1 cancel ആവും. Balance u1 plus v1 equal to, ഇവിടെ പറയൂ, m2 cancel ആവും. പിന്നെ v2 minus u2 പോവും. ബാക്കി v2 plus u2. No problem. Then u's are put together, v's are put together. So u1 minus u2 is equal to v2 minus v1. Then u1 minus u2 is equal to, negative taken, balance v1 minus v2. So what is this? This is relative velocity before collision. What is RHS? So it is relative velocity after collision. So relative velocity before collision and after collision are numerically equal for elastic collision in one dimension. ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഇതിനകത്ത് ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കുള്ള മാത്സ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഹയർ ക്ലാസ്സിലേക്കുള്ള ഒരു മാത്സ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ കെയർ ചെയ്തിരിക്കണം. ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിവിടെ ഒരു ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം, നമുക്ക് ആവശ്യം വരും. ഓക്കെ, u1 പ്ലസ് v1 പറയൂ ഈസ് ഈക്വൽ ടു v2 പ്ലസ് u2. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം ഇറൈസ് ചെയ്ത് കളയാം. നമുക്ക് ഇനി അടുത്തൊരു കൊച്ചു സാധനം കൂടെ ഇതിനകത്ത് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ലിസൺ പ്രൊപ്പോട്ടെ, നോക്കിക്കോളൂ. ഇനി ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒരു പ്രയാസമുള്ളതല്ല. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ കണ്ടല്ലോ, ഈ ഇക്വേഷൻ ഇതിനകത്തുനിന്ന് നിങ്ങൾ v1 എന്താന്ന് പറയൂ. വാട്ട് ഈസ് v1? v1 എന്താന്ന് പറയൂ. വാട്ട് ഈസ് v1? v2 പ്ലസ് u2 കണ്ടല്ലോ, മൈനസ് u1 എന്നാണ്. ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? v1 കണ്ടുപിടിച്ചു.
യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു കാൽക്കുലേറ്റ് V2. എന്ത് കണ്ടുപിടിക്കുക? V2 കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഈ ഇക്വേഷനകത്ത് നിന്ന് V1 കണ്ടുപിടിക്കുക. ആ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് V2 കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയണം. പറയൂ, ഇതിനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. M1 ഇൻറ്റു പറയൂ U1 മൈനസ് V1 ഒറ്റയടിക്ക് പറ. മൈനസ് എല്ലാത്തിനും കിട്ടാൽ മതി. മൈനസ് V2 മൈനസ് U2 പ്ലസ് U1 എന്നാവൂലേ ഈസ് ഈക്വൽ ടു ഇവിടെ M2 ഇൻറ്റു V2 മൈനസ് U2 എന്നെഴുതി. ഇനി ബ്രാക്കറ്റെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. പറയൂ M1 അതുപോലെ എഴുതി. 2 U1 ഉണ്ടല്ലേ, 2U1. അടുത്ത മൈനസ് V2 പ്ലസ് മൈനസ് U2 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 2M1 U1 മൈനസ് M1 V2 മൈനസ് M1 U2 ഈസ് ഈക്വൽ ടു M2 V2 മൈനസ് M2 U2 എന്നാണ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് U2 ആണെന്ന് ഞാൻ നേരത്തെ V2 ആണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. നമ്മളിവിടെ V1 ആണ് കണ്ടത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് V2 ആണ്. ഇപ്പോൾ V2 വരുന്ന ടേംസ് എല്ലാം ഒതുക്കി വെച്ചേണം. അപ്പോൾ ഇതും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സീക്വൽ ടു നോക്കൂ, M2 V2 അവിടെ ഉണ്ട്. ഇതിനെടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ പ്ലസ് M1 V2 എന്നായി. ഓക്കെ, ഇനി ബാക്കിയെല്ലാം ഞാൻ ഇവിടെ എഴുതാം. 2M1 U1 ഇവിടെ ഉണ്ട്, മൈനസ് M1 U2 ഇവിടെ ഉണ്ട്. ഈ മൈനസ് M2 U2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് M2 U2 ആവും. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇനി നമുക്കിവിടെ ഈ രണ്ടെണ്ണത്തിലും V2 കോമൺ എടുക്കാം. ബാക്കി M1 പ്ലസ് M2 എന്നാണ് ഈസ് ഈക്വൽ ടു. നിങ്ങൾ പറയൂ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ടേമും നോക്കൂ, ഈ ടേമും നോക്കൂ, രണ്ടിലും U2 കോമൺ ഉണ്ട്. അപ്പോൾ U2 ഇനി എടുക്കുക. ബാക്കി എന്താണ്? M2 മൈനസ് M1 എന്ന് എഴുതാം. പ്ലസ് 2M1 U1 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു M1 പ്ലസ് M2 എന്ന് എഴുതാം. ഇതിനകത്തുനിന്ന് വാട്ട് ഈസ് V2? V2 പെട്ടെന്ന് പറയൂ. ഇത് മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ ഇത്. അപ്പം എന്തായി? U2 ഇൻറ്റു M2 മൈനസ് M1 പ്ലസ് 2M1 U1 ദ ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാണ് നമുക്ക് V2ൻ്റെ ആൻസർ ഇട്ടിരിക്കുന്നത്. ഒന്നും കൂടെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എഴുതാം. V2 ഈസ് ഈക്വൽ ടു പറയൂ M2 മൈനസ് M1 ഇൻറ്റു U2 പ്ലസ് 2M1 U1 ദ ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാണ്. സോ ഇത് കാണാതെ പഠിക്കണം. ദിസ് ഈസ് ആൻസർ ഓഫ് വാട്ട്? V2. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എന്തിൻ്റെ ആൻസറാണ്? V2ൻ്റെ ആൻസറാണ്. അപ്പോൾ ഈ ആൻസർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിനകത്ത് പ്രയാസമൊന്നും തോന്നിയില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ ഈ സൈഡ് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞത് ലിസൺ പ്രോപ്പർലി. നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻ മാത്രമാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ പറഞ്ഞെന്താണ്? സോ ഫ്രം ദിസ് ഇക്വേഷൻ യു കാൽക്കുലേറ്റ് V1. What is V1? V1 equal to V2 plus U2 minus U1 എന്നാണ്. Put this value in equation number 1. Equation number 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയണം. പറഞ്ഞോളൂ. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. M1 ഇൻറ്റു പറയൂ M1 ഇൻറ്റു U1 മൈനസ് V1. ഇതിന് മൈനസ് ഉണ്ടെങ്കിൽ ഇൻറ്റു ഇത് പറഞ്ഞാൽ മതി. മൈനസ് V2 മൈനസ് U2 പ്ലസ് U1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് പറയണം. M2 ഇൻറ്റു പറയൂ M2 ഇൻറ്റു V2 മൈനസ് V2 മൈനസ് U2. ഓക്കെ, ഇനി ഞാൻ 2 U1 ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ M1 ഇൻറ്റു 2U1 മൈനസ് V2 മൈനസ് U2 ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2 എന്നാണ്. ഇനി ബാക്കി നിങ്ങൾ തന്നെ പറയണം. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് അകത്തുള്ളതിൻ്റെ പുറത്തുള്ളതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. പറയൂ 2M1 U1 മൈനസ് M1 V2 മൈനസ് M1 U2
ഈസ് ഈക്വൽ ടു m2v2 മൈനസ് m2u2 എന്നാണ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കുന്നത് v2 ആണ്. v2 അപ്പോൾ v2 വരുന്ന ടേംസ് എല്ലാം ഒരുമിപ്പിച്ച് റെഡിയാക്കിയൊക്കെ വയ്ക്കുക. സി അപ്പോൾ ഈക്വൽ ടു m2v2 അവിടെ ഉണ്ട്, ഇതെടുത്ത് അപ്പുറത്ത് വയ്ക്കൂ, പ്ലസ് m1v2. ഇനി ഇവിടെ 2m1u1 പറയൂ, അടുത്ത മൈനസ് m1u2 പ്ലസ് m2u2 എന്നാണ്. ഇനി ഇതിനകത്തുനിന്ന് ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതി 2m1u1. ഇനി ഇത് രണ്ടിലും u2 കോമൺ എടുത്താൽ ബാക്കി ബ്രാക്കറ്റിൽ പറയൂ m2 മൈനസ് m1. ഓക്കെ, സീക്വൽ ടു ഇത് രണ്ടിലും v2 കോമൺ എടുക്കൂ, ബാക്കി m1 പ്ലസ് m2. ഓക്കെ, ദെൻ സേ വാട്ട് ഈസ് v2? v2 ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ 2m1u1 പ്ലസ് m2 മൈനസ് m1 ഇൻറ്റു u2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ്. ദിസ് ഈസ് ദ ആൻസർ ഓഫ് വാട്ട്? v2. v2 എന്ന് പറഞ്ഞാൽ എന്താണ്? v2 ഈസ് എ ഫൈനൽ വെലോസിറ്റി. v2 ഈസ് എ ഫൈനൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി. സെക്കൻഡ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ മെത്തേഡ് മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ നിന്ന് v1 കണ്ടിട്ട് ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് v2 കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഒരു പണി ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഇക്വേഷനകത്തുനിന്ന് നിങ്ങൾ v2 കണ്ടുപിടിക്കുക. എന്താണ് കണ്ടുപിടിക്കുക? v2 കണ്ടിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് v1 കൂടെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ എസ് എ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു പ്രയാസമില്ല. ഞാൻ ആ സൈഡ് റൈസ് ചെയ്യുന്നു. ഒരു പ്രയാസമില്ല. ഓക്കെ, റൈസ് ചെയ്ത് കളഞ്ഞു. ഇതിവിടെ അങ്ങ് റൈസ് ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ. ഇനി നമ്മുടെ ഈ ഇക്വേഷനകത്തുനിന്ന് v2 എന്താന്ന് പറയൂ. വാട്ട് ഈസ് v2? സേ വാട്ട് ഈസ് v2? v2 എന്താന്ന് പറയൂ. v2 ഈക്വൽ ടു പെട്ടെന്ന് പറ. v2 ഈസ് ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2 ആണല്ലോ. പുട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 1 ആൻഡ് ഇവാലുവേറ്റ് v1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m1 ഇൻറ്റു u1 മൈനസ് v1, m1 ഇൻറ്റു u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് m2 ഇൻറ്റു പറയണം v2ന് പകരം ഈ വാല്യൂ ഇട്. u1 പ്ലസ് v1 മൈനസ് u2 then മൈനസ് u2. ഓക്കെ, then m1 ഇൻറ്റു u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു പറയൂ u1 പ്ലസ് v1 മൈനസ് 2u2. എനി പ്രോബ്ലം? ദെൻ ഔട്ട്സൈഡ് ഇൻറ്റു ഇൻസൈഡ് പറയൂ m1 u1 മൈനസ് m1 v1 ഈസ് ഈക്വൽ ടു m2 u1 പ്ലസ് m2 v1 മൈനസ് 2m2 u2. നോ പ്രോബ്ലം. ദെൻ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് പറയൂ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് v2 ആണ്. v1 വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ച് വയ്ക്കണം. അപ്പോൾ v1 വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ച് റെഡിയാക്കി വയ്ക്കുക. സി ലിസൺ, സീക്വൽ ടു പറയൂ m2 v1 ഇതടുത്ത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് m1 v1. ഇനി ബാക്കി m1 u1 മൈനസ് m2 u1 അടുത്ത് പ്ലസ് 2m2 u2. ഓക്കെ, ഇനി റെഡിയാക്കി ഞാൻ പറയാൻ പോവാണ്. ഇത് രണ്ടെണ്ണത്തിലും u1 കോമൺ ഉണ്ടല്ലേ, ബാക്കി m1 മൈനസ് m2 പ്ലസ് 2m2 u2 ഈസ് ഈക്വൽ ടു v1 കോമൺ, ബാക്കി പറയൂ m1 പ്ലസ് m2. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാം. വാട്ട് ഈസ് v1? ലെഫ്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പറയൂ u1 ഇൻറ്റു m1 മൈനസ് m2 പ്ലസ് 2m2 u2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. So this is the answer of what? v1. What is v1? v1 is the final velocity of first body. v1 is the final velocity of first body. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല എളുപ്പമല്ലേ അത്? അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ സെക്ഷൻ പറയും. എന്താണ് ഐഡിയ? ഐഡിയ ഒരു കൊച്ചു ഐഡിയ ആണ്. അതിനകത്ത് വലിയ ഭീകരമായ ഐഡിയകളൊന്നും ആരും ഉപയോഗിച്ചില്ല. സോ വാട്ട് ഈസ് ഇറ്റ്? സേ
from the original equation. This is the original equation. Okay, from this original equation you evaluate what is V2. What is V2? V2 equal to U1 plus V1 minus U2. Any problem? Then put this value in equation number 1 and you evaluate V1. V2 കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V1 കണ്ടുപിടിക്കുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പറയും M1 into U1 minus V1. M1 into U1 minus V1 is equal to പറയൂ റൈറ്റ് സൈഡ് പറയണേ M2 into V2 ന് പകരം what is V2? ഇതാണ് V2. U1 plus V1 minus U2 then minus U2. Okay, then M1 into U1 minus V1 is equal to M2 into U1 plus V1 minus 2U2. No problem. Then outside into inside. See, M1 U1 minus M1 V1 equal to M2 U1 plus M2 V1 minus 2 M2 U2. No problem. Then I have to find out V1. So terms containing V1, round that. Okay, then say M2 V1 like that. This comes here. So M1 V1 then M1 U1 minus M2 U2 U1 then that comes here 2 M2 U2. No problem. Then see here what is the next thing to be taken out? See you take U1 common balance M1 minus M2 plus 2 M2 U2 is equal to V1 common balance M1 plus M2. Then what is the next thing? V1 equal to this divided by that. Parayu U1 into M1 minus M2 plus 2 M2 U2 the whole divided by M1 plus M2. Thus you got the answer of V1. എന്തെങ്കിലും പ്രയാസം തോന്നിയോ ആർക്കെങ്കിലും? ഇത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന മാത്സാണ്. അപ്പോൾ ഷാൽ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഓൺസ് അഗെയിൻ? സോ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയണം. പല സ്റ്റെപ്പുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എക്സാമിനായാലും സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ മൊത്തം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ മാത്രം എഴുതി വയ്ക്കുന്ന രീതിയാവരുത്. സോ ഓൺസ് അഗെയിൻ ഫ്രം ദ ബിഗിനിങ് ദ എൻറ്റയർ തിങ്സ്. So listen properly. You consider two bodies of masses M1 and M2 moving along a straight line with velocities U1 and U2. They collide against each other. After collision, the first body moves with a velocity V1 and the second body moves with a velocity V2 along the same straight line. The collision is elastic. So the collision is elastic. So total momentum before collision equal to total momentum after collision. So M1 U1 plus M2 U2 is equal to M1 V1 plus M2 V2. Any problem? Then terms containing what? M1 put together, M2 put together. So M1 into M1 U1 minus M1 V1 equal to M2 V2 minus M2 U2. Then M1 common balance U1 minus V1 is equal to M2 common V2 minus U2. Any problem? Equation number 1. I am putting this in equation in a box. Equation number 1. Then the collision is what? Elastic collision. So kinetic energy before collision equal to kinetic energy after collision. Say what is the kinetic energy before collision? Half M1 U1 square, half invisible. Okay, so plus half invisible. Okay, M2 U2 square equal to half M1 V1 square plus half M2 V2 square. Okay, half cancelled. Then terms containing M1 put together. നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ആ ടേം ഇത് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതിയിട്ട് എഴുതാവും. സി M1 പറയും U1 സ്ക്വയർ മൈനസ് M1 V1 സ്ക്വയർ ഈക്വൽ ടു M2 V2 സ്ക്വയർ മൈനസ് M2 U2 സ്ക്വയർ. ദെൻ അടുത്തെന്താണ് M1 ഇൻറ്റു പറയൂ
u1 square minus v1 square equal to m2 into v2 square minus u2 square. Okay, then m1 into what is a square minus b square, a plus b into a minus b, like that. See, u1 plus v1 into u1 minus v1 equal to m2 into say v2 plus u2 into v2 minus u2. Equation number 2, I am keeping this also in a box. Then what is the next step to be written? So equation 2 divided by equation 1. You right, say equation 2 divided by equation 1. So cancelling the common ones, say balance u1 plus v1 equal to say what is the right side? It is v2 plus u2. Okay, what is the next step? u1 terms u's are put together, v's are put together. u1 minus u2 equal to v2 minus v1. What is the next one? u1 minus u2 equal to minus of v1 minus v2. What is the next step we are writing? Relative velocity before collision is numerically equal to relative velocity after collision. That is the next step we are writing. Then see, all the three steps are the same. Then what is the next? See, from any one you select v1. What is v1? What is v1? v1 equal to v2 plus u2 minus u1. Okay, this is answer of v1. You substitute this in equation number 1 and evaluate the value of v2. So substitute here. So m1 into u1 minus of v1. ഇതാണ് v1. Minus of v1 പറയൂ. Minus v2. അടുത്ത minus u2 plus u1. കണ്ടോ? Is equal to m2 into v2 minus u2. ഓക്കെ, ഇനി ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് പറയാം. m1 into 2u1 minus v2 minus u2 is equal to m2 into v2 minus u2. Okay, then outside into inside. So 2 m1 u1 minus m1 v2 minus m1 u2 is equal to m2 v2 minus m2 u2. No problem. Then നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് v2 ആണ്. അപ്പോൾ v2 വരുന്ന ടേംസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. സി m2 v2 plus m1 v2, then here 2 m1 u1 minus m1 u2, then minus it becomes plus m2 u2. No problem. Then 2 m1 u1, then u2 common, balance m2 minus m1. Am I right? Then is equal to v2 common m1 plus m2. Any problem? Then you can evaluate the value of v2. v2 ന്റെ വാല്യൂ ഇനി ഞാൻ പറയണോ? അപ്പോൾ ഞാൻ v2 ന്റെ വാല്യൂ പറയാം. v2 is equal to say 2 m1 u1 plus m2 minus m1 into u2 the whole divided by m1 plus m2. So you got the value of v2. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? In a similar way you can calculate v1. v1 നെ കണ്ടുപിടിക്കാം. So listen properly. From any one you can calculate v2. What is v2? What is v2? v2 is equal to say u1 plus v1 plus v1 minus u2. Okay, shall I substitute in equation number 1? I am substituting m1 into u1 minus v1, m1 into u1 minus v1 equal to right side m2 into say v2 minus u2. This is v2 minus u2. So u1 plus v1 minus u2 minus u2. Okay, minus u2. Then next one m1 into u1 minus v1 equal to m2 into u1 plus v1 minus 2u2. Then outside into inside. Tell me m1 u1
minus m1 v1 equal to m2 u1 plus m2 v1 minus 2 m2 u2. No problem. Then I am evaluating v1. So terms containing v1 to be kept. See terms. Okay. So m2 v1 plus m1 v1 equal to m1 u1 say minus m2 u1 then plus 2 m2 u2. Then remaining I shall write somewhere here. Okay, I shall write it here. Okay, so tell me the balance. u1 common, u1 balance m1 minus m2, m1 minus m2, then plus 2 m2 u2 plus 2 m2 u2 is equal to what is common? v1 common, balance inside, say m1 plus m2, m1 plus m2. Then what is v1? What is v1? This divided by that. See u1 into m1 minus m2 plus 2 m2 u2 the whole divided by m1 plus m2. This is answer of v1. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്തിൻ്റെ ആൻസറാണ്? v1ൻ്റെ ആൻസറാണ്. അപ്പോൾ നമുക്ക് v1ൻ്റെ ആൻസർ അറിയാം, v2ൻ്റെ ആൻസർ അറിയാം. അടിപൊളിയല്ലേ? ഇനി നമ്മൾ ഒരു കൊച്ചു ഇതിനകത്തുള്ള ഒരു സബ് കേസ് പറയാൻ പോവാണ്. ഒരു അടിപൊളിയാണ്. അതുകൂടെ പറയുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ആ v1ൻ്റെയും v2ൻ്റെയും ആൻസറുകൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയേക്കാം. നല്ല അടിപൊളിയാണ്, നോക്കിക്കോളൂ. നല്ല സിമ്പിളൊരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. പെട്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. സി വാട്ട് ഈസ് ദ ആൻസർ ഓഫ് v1? v1ൻ്റെ ആൻസർ പറയൂ. വാട്ട് ഈസ് v1? നോക്കി പറഞ്ഞാൽ മതി. v1 ഈക്വൽ ടു പറയൂ m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2 m2 u2 the whole divided by m1 plus m2 എന്നാണ്. ആണല്ലോ. ഇനി അതുപോലെ v2ൻ്റെ ആൻസറും കൂടെ ഒന്ന് നോക്കി പറയൂ. v2 is equal to 2 m1 u1 plus m2 minus m1 into u2 the whole divided by m1 plus m2 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം നമുക്ക് അങ്ങ് റൈസ് ചെയ്ത് കളയാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇക്വേഷനൊക്കെ എടുത്തെഴുതി. ഇനി നിങ്ങൾ എനിക്ക് ഹെൽപ്പുകൾ ചെയ്ത് തന്നാൽ മതി. ബാക്കി നമുക്ക് നോക്കാം. നോക്കൂ, ഹിയർ യു നോ ദ ഫൈനൽ വെലോസിറ്റീസ്. ദീസ് ആർ ദ ഫൈനൽ വെലോസിറ്റീസ്. ആം ഐ റൈറ്റ്? സപ്പോസ് ദ കൊളൈഡിങ് ബോഡീസ് ഹാവ് ഈക്വൽ മാസസ്. രണ്ട് ബോഡിയുടെ മാസ് സെയിം ആണെന്നിരിക്കട്ടെ. സോ m1 ആൻഡ് m2 ആർ ഈക്വൽ. ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ ഓഫ് v1? v1ൻ്റെ ആൻസർ എന്ത് വരും? m1 ആൻഡ് m2 ആർ സെയിം. സോ m മൈനസ് m എന്ന് വരും. ദെൻ u1 പ്ലസ് 2m u2 ദെൻ ഡിവൈഡഡ് ബൈ പറയൂ. ദെൻ m1 പ്ലസ് നിങ്ങൾ രണ്ടിനെ m1 എന്ന് തന്നെ എടുത്തോളൂ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ബാക്കി m1 പ്ലസ് m2 രണ്ട് ഈക്വലാണ്. ഓക്കെ, m2നെയും നിങ്ങൾ m1 എന്ന് എടുത്തോളൂ. അപ്പോൾ ആൻസർ എന്തായെന്ന് പറയൂ? v1 ഈക്വൽ ടു ഇത് പോയി ബാക്കി 2m1 u2 ഡിവൈഡഡ് ബൈ 2m1 എന്നായി. ഇത് ക്യാൻസലായി. സോ യു ആർ ഗെറ്റിംഗ് എ വണ്ടർഫുൾ റിസൾട്ട് ഹിയർ. v1 ഈക്വൽ ടു u2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്താണ്? v1 ഈക്വൽ ടു u2. അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ ബോധേഡാവുന്നില്ല. ലാസ്റ്റ് ലൈൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുതരാം. ഇനി ഇതുപോലെ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം പെട്ടെന്ന് പറയൂ, v2ൻ്റെ ആൻസർ എന്ന് പറയും. v2 ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ 2m1. ഞാൻ m1 m2 m എന്ന് എഴുതുകയാണ്. രണ്ട് ഈക്വലാണ്. അപ്പോൾ നോക്കൂ, m1 u1 പ്ലസ് m2 m1 ഈക്വലാണ്. അപ്പോൾ m1 മൈനസ് m1 എന്ന് എഴുതി u2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m1 എന്ന് എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ m എന്ന് എഴുതിയാലും മതി. ഇനി അടുത്ത v2 ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ. ഇത് പോയി. അപ്പോൾ ബാക്കി 2m1 u1 ബൈ ഇത് m1 ആണ് അല്ലേ, 2m1 എന്നാണ്. അപ്പോൾ ആൻസർ v2 ഈക്വൽ ടു u1 എന്ന് നിങ്ങൾക്ക് കിട്ടും.
ഇപ്പോൾ 2 റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, നമ്മുടെ ആദ്യത്തെ ബോഡി കണ്ടോ, ഇത് രണ്ടാമത്തെ ബോഡി കണ്ടോ. ഇപ്പം ഇത് പോകുന്ന വെലോസിറ്റി എത്ര? u1. ഇപ്പം ഇത് പോകുന്ന വെലോസിറ്റി എത്ര? u2. ഇത് രണ്ടും ഒരേ മാസമുള്ള ബോഡീസാണ്. കൊളീഷൻ കഴിയുമ്പോഴത്തേക്ക് ഇവൻ പോകുന്ന വെലോസിറ്റി എത്ര? v1. ഇവൻ പോകുന്ന വെലോസിറ്റി എത്ര? v2 ആണല്ലോ. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. v2 ഈക്വൽ ടു u1 എന്നാണ്. v2 ഈക്വൽ ടു u1. v2 ഈക്വൽ ടു u1. ഇത് രണ്ട് ഈക്വൽ ആണ്. അതുപോലെ v1 ഈക്വൽ ടു u2. v1 ഈക്വൽ ടു u2. ഇത് രണ്ടും ഈക്വൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം? ഈ രണ്ട് ബോഡിയും ഒരേ മാസമുള്ള ബോഡിയാണെങ്കിൽ നോക്കൂ, കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡിക്കുള്ള വെലോസിറ്റി അല്ലേ ഇത്? ആ വെലോസിറ്റി കൊളീഷന് ശേഷം ഏത് ബോഡിക്ക് കിട്ടും? സെക്കൻഡ് ബോഡിക്ക് കിട്ടും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അതുപോലെ കൊളീഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ഈക്വൽ ടു ഇതെന്ന് എഴുതിയാൽ എന്താണ്? കൊളീഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി കൊളീഷന് ശേഷം ഏത് ബോഡി കിട്ടും? ഫസ്റ്റ് ബോഡിക്ക് കിട്ടും. അതായത് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡ് ബോഡിക്കും കിട്ടി, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ഫസ്റ്റ് ബോഡിക്കും കിട്ടി. എങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോഡീസും ഒരേ മാസാണെങ്കിൽ, അപ്പോൾ ഓർത്ത് വയ്ക്കണം, രണ്ട് ബോഡീസ് വന്ന് കൊളൈഡ് ചെയ്യുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രണ്ട് ബോഡീസിൻ്റെ മാസ് ഈക്വൽ ആണെങ്കിൽ ദ ബോഡീസ് ഇൻ്റർചേഞ്ച് ദയർ വെലോസിറ്റീസ്. ബോഡീസ് എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റികൾ ഇൻ്റർചേഞ്ച് ചെയ്യും. ഞാൻ എക്സാമ്പിളായിട്ട് എഴുതി കാണിക്കാം. നമ്മളിവിടെ എഴുതിയ കാര്യം തന്നെ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എഴുതി കാണിക്കുകയാണ്. നിങ്ങൾ നോക്കും, നമ്മളിവിടെ എഴുതിയ റിസൾട്ട് പറയാണ്. ഫസ്റ്റ് ബോഡി ഓക്കെ, മൂവിങ് വിത്ത് വെലോസിറ്റി 5 meter per second. Second body moving with velocity 4 meter per second. Okay, after collision first body will move with velocity 4 meter per second. Second body will move with velocity 5 meter per second. So എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡ് ബോഡിക്കും കിട്ടി, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ഫസ്റ്റ് ബോഡിക്കും കിട്ടിയിരിക്കുകയല്ലേ. കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എത്ര? 5. കൊളീഷന് ശേഷം സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എത്ര? 5. കൊളീഷന് മുമ്പ് ഫസ്റ്റ് ബോഡിയുടെ സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി എത്ര? 4. കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എത്ര? 4. അപ്പോൾ ബോഡീസ് ഇൻ്റർചേഞ്ച് ദയർ വെലോസിറ്റീസ്. ബോഡീസ് എന്ത് ചെയ്യും? വെലോസിറ്റികൾ ഇൻ്റർചേഞ്ച് ചെയ്യും. സോ മറക്കരുത്, ഇഫ് ദ ബോഡീസ് കൺസിഡേർഡ് ആർ ഓഫ് സെയിം മാസ് ദ ബോഡീസ് ഇൻ്റർചേഞ്ച് ദയർ വെലോസിറ്റീസ്. ബോഡീസ് എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റികളെ ഇൻ്റർചേഞ്ച് ചെയ്യും, ഇല്ലാതാക്കരുത്. സോ വൺസ് അഗെയിൻ, so listen properly. You know the equation for v1 and v2. v1ൻ്റെയും v2ൻ്റെയും ഇക്വേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. once again I am explaining. ഇനി പറയില്ല, നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. ഇത് വലിയ സംഭവമേ അല്ല. പറഞ്ഞോളൂ, എന്താണ്? You know the final velocities. Suppose your bodies are identical, masses are equal. So what will be the first equation then? First equation എങ്ങനെയായിട്ട് മാറും? പറയും. v1 is equal to പറയും m1 and m2 are same. You take both as m. അതാണ് നിങ്ങൾക്ക് സൗകര്യം. അപ്പോൾ m minus m 0. 0 into u1 0. So 2m u2 divided by m plus m 2m. So 2m cancelled. So I am getting v1 equal to u2. Okay, it is the first result I got. Then in the second equation also you put the same value. So m1 and m2 are put as m. So v2 equal to say 2m u1 plus m minus m 0. That term becomes 0 divided by m plus m 2m. So 2m cancelled. I am getting v2 equal to u1. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഈ റിസൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. See, we have two bodies. This is a first body. This is a second body. Before collision, first body is moving with a velocity u1. Second body is moving with a velocity u2. After collision, first body is moving with a velocity v2. Second body is moving with a velocity first body is moving with a velocity v1. Second body is moving with a velocity v2. This we know. Then you see v1 equal to u2. v1 is equal to u2 now. Then v2 equal to u1. v2 equal to u1 now. എന്താണ് മനസ്സിലായത്? See, what is the velocity of first body before collision? u1.
Then what is the velocity of second body after collision? It is u1. Then what is the velocity of second body before collision? It is u2. What is the velocity of first body after collision? It is u2. That is, the bodies interchange their velocities. So if the bodies taken into consideration are of equal masses, the bodies interchange their velocities. എന്താണ്, ഫസ്റ്റ് ബോഡി അതിൻ്റെ വെലോസിറ്റി സെക്കൻഡ് ബോഡിക്കും കൊടുക്കും, സെക്കൻഡ് ബോഡി അതിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് ബോഡിക്കും കൊടുക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ ദ ബോഡീസ് ഇൻ്റർചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ഒരു ബോഡി എടുക്കുന്നു, രണ്ട് ഐഡൻറ്റിക്കൽ മാസ് ഉള്ള ബോഡീസാണ്. ഓക്കെ, മാസ് m. Okay, this is moving with a velocity. Okay, v, this is at rest. So velocity of this body is 0. Okay, നിങ്ങൾ തന്നെ പറയൂ, after collision equal masses. So after collision the bodies interchange their velocities. So ഇങ്ങനെ രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ after collision first body comes to rest. Okay, second body moves with the velocity of first body. അടിപൊളിയല്ലേ? സോ ഹിയർ ആൾസോ വാട്ട് ടേക്സ് പ്ലേസ്? interchange of velocities takes place. ബുദ്ധിമുട്ടുണ്ടോ? See how many bodies are taken? Two bodies. What type of bodies? Identical mass bodies, bodies having same masses. Then first body is moving, second body is at rest. So what is the velocity of first body? V. Velocity of second body is 0. After collision what will happen? The bodies interchange their velocities. So velocity of first body becomes 0, so velocity of second body becomes v. So the bodies interchange their velocities if the masses are equal. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം, നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ റൈറ്റ് അബൌട്ട് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ, obtain expression for final velocities, then prove that relative velocity before collision and after collision are numerically equal. Then so what is a case when masses are equal? What is the case when masses are equal? When the masses are equal, the bodies interchange their velocities. Okay, അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ബാക്കി ഇനി ഒരു ചെറിയൊരു സെക്ഷനും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇനി ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.